കുവൈറ്റ് അഗ്നിബാധയിൽ മരിച്ച 49 പേരിൽ 46 പേരും ഇന്ത്യക്കാരെന്ന് സ്ഥിരീകരിച്ചു. ഇതിൽ 23 മലയാളികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അതേസമയം ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എംബാമിംഗ് നടത്തി ഇന്ന് രാത്രി തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനായുള്ള അവസാനവട്ട നടപടികൾ നടന്നുവരുന്നു. അതേസമയം പ്രവാസി മലയാളികളെ വലിയ രീതിയിൽ ബാധിച്ച ദുരന്തത്തിൽ കേരള സർക്കാരിന് പ്രതിനിധിയായ മന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ എത്താൻ വൈകിയതിലുള്ള പ്രതിഷേധവും വ്യാപകമാണ്. കേരള സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന അനാദരവാണ് ഇതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൽ നിന്നും എൽവിസ് ചുമാർ ചേരുകയാണ്. എൽവിസ്, കുവൈറ്റിലെ മലയാളികളുടെ മരണം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം എന്താണ്? മൃതദേഹങ്ങൾ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുമോ? എന്താണ് പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട്? ഒപ്പം കേരള സർക്കാരിന്റെ പ്രതിനിധിയായ മന്ത്രി വീണ ജോർജ് അവിടെ എത്താൻ വൈകിയതിലുള്ള ആക്ഷേപം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നത് എങ്ങനെയാണ്? മേഘ, ആകെ മരിച്ച 46 ഇന്ത്യക്കാരിൽ 23 പേർ മലയാളികളാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എംബാമിംഗ് നടത്തി രാത്രി തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇതിനായുള്ള അവസാനവട്ട നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പാക്കിംഗ് നടപടിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ചില തൊഴിലാളികളുടെ കുവൈറ്റ് വിസ സന്ദർശക വിസയായിരുന്നു. അത് താമസ വിസ അല്ലാത്തതിനാൽ നടപടികളിൽ കാലതാമസം നേരിട്ടിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തിയാണ് ഇതിനെ നേരിട്ട് ചുക്കാൻ പിടിച്ചത്. അതേസമയം മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. പിന്നീട് മറ്റു സംസ്ഥാനങ്ങൾക്കായി ഡൽഹിയിലേക്ക് വിമാനം പുറപ്പെടും. കൊച്ചിയിൽ നിന്ന് എയർ ആംബുലൻസിൽ മൃതദേഹങ്ങൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാനാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 46 ഇന്ത്യക്കാരിൽ 23 മലയാളികൾക്ക് പുറമെ 7 തമിഴ്നാട് സ്വദേശികളും 4 ഉത്തർപ്രദേശ് സ്വദേശികളും 3 ആന്ധ്രാപ്രദേശ് സ്വദേശികളും 2 ബീഹാർ സ്വദേശികളും 2 ഒഡീഷ സ്വദേശികളുമാണ് മരിച്ചിട്ടുള്ളത്. കൂടാതെ ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകൾ വീതവും മരിച്ചു. ഇങ്ങനെയാണ് 46 എന്ന കണക്ക്. പിന്നെ മറ്റൊന്ന് മേഘ ചോദിച്ചതുപോലെ, പ്രവാസി മലയാളികളെ വലിയ രീതിയിൽ ബാധിച്ച കുവൈറ്റ് ദുരന്തത്തിൽ കേരള സർക്കാരിന്റെ പ്രതിനിധിയായ മന്ത്രി വീണ ജോർജ് കുവൈറ്റിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ കുവൈറ്റിൽ മന്ത്രി എത്താത്തതിലാണ് ഇപ്പോൾ ഏറ്റവും വ്യാപകമായ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കേരള സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന അനാദരവാണ് ഇതെന്നും പരാതി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കുവൈറ്റിലേക്ക് പോകാൻ മന്ത്രി വീണ ജോർജിന് അവസാന നിമിഷം അനുമതി ലഭിക്കാതെയും പോയിരുന്നു. എന്നാൽ പ്രവാസി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലോക കേരള സഭ വലിയ ആഘോഷമായി കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുമ്പോഴാണ് കേരള സർക്കാരിന്റെ ഈ പ്രവാസി അവഗണന എന്നതും ശ്രദ്ധേയമാണ്. ഇതും പ്രവാസ ലോകത്ത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. കുവൈറ്റിൽ മരിച്ചവരുടെ ചിതിയൊരുക്കും മുമ്പേ ലോക കേരള സഭ എന്ന ആഘോഷ ധൂർത്ത് നടത്തിയതാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. മേഘ, ശരി. എൽവിസ്, കുവൈറ്റിൽ മരിച്ച 46 പേര് ഇന്ത്യക്കാരാണ്. 24 മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നോർക്ക 23 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുവൈറ്റിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നു. തീപിടുത്തമുണ്ടായത് സെക്യൂരിറ്റി ഗാർഡ് റൂമിൽ നിന്നാണ്. കുവൈറ്റിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം എംബാമിംഗ് ചെയ്തു തുടങ്ങി. മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ കൊച്ചിയിൽ എത്തിക്കും. അതോടൊപ്പം തന്നെ ലോക കേരള സഭ നാളെ ആ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും വലിയ തരത്തിൽ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് പ്രവാസ ലോകത്തും. വിവരങ്ങളാണ് എൽവിസ് ചുമാർ കുവൈറ്റിൽ നിന്നും നൽകിയത്.